ഈ ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടല്ലോ, ഞാൻ ഒട്ടും തന്നെ ഓയിൽ ചേർക്കാതെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? എന്നാൽ വിശ്വസിച്ചോളൂ, അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ട് സിമ്പിളായിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന, ഡയറ്റൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ പീസുകൾ എടുത്തിട്ടുണ്ട്, 1 കിലോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വലിപ്പത്തിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്ത് വരഞ്ഞ് കഴുകി വൃത്തിയാക്കി വെള്ളം ഒട്ടുമില്ലാതെ നമ്മൾ മസാല തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഒരു 4 സവാള കനം കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ നന്നായിട്ട് പഴുത്ത 2 തക്കാളിയും കനം കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 1/2 സ്പൂൺ നമ്മുടെ മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇനി മല്ലിപ്പൊടി ഒരു 3 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഗരം മസാലപ്പൊടി 1/2 സ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മളിതിലേക്ക് ഒട്ടും തന്നെ മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ എരിവിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകും അതുപോലെ കുരുമുളക് പൊടിയും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മല്ലിയില പുതിനയില ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന്, അതും ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം, വലിയ താല്പര്യമില്ലാത്തവർക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത തൈര് ഒരു 2 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇനി നന്നായിട്ട് ഇത് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ സ്പൂൺ കൊണ്ടൊന്നും കുഴച്ച് കൊടുക്കാൻ നിൽക്കേണ്ട, കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ 2 പച്ചമുളകും കൂടെ ഞാൻ നന്നായിട്ട് ഒന്ന് കഴുകി 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കൈ കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് എല്ലാ സ്ഥലത്തും ആകുന്ന രീതിയിലൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല, ഇനി ഇതിലേക്ക് അതും കൂടെയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഒരു 2 സ്പൂൺ വരെയൊക്കെ കുരുമുളക് പൊടി എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വരെ നമുക്കിതൊന്ന് മൂടിയിട്ട് മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് സ്റ്റൗവിലേക്ക് എടുത്ത് വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കി മൂടി വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പം ഞാനിത് ഗ്യാസ് ഓണാക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളിത് തുറന്നിട്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം അടികട്ടിയുള്ള പാത്രം എടുക്കുക, എന്നാലും ഇത് ഒട്ടും ഓയിൽ ഒഴിച്ച് കൊടുക്കാത്തത് കൊണ്ട് തന്നെ അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് കിട്ടണമെങ്കിലും നല്ല കട്ടിയുള്ള പാത്രത്തിൽ ചെയ്തെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കുകയും വേണം. അപ്പം ഞാനിവിടെ ഒരു 3 മിനിറ്റ് 5 മിനിറ്റൊക്കെ ഇടവിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി തീരെ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, ഈ ഒരു ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെ നന്നായിട്ട് കുക്കായിട്ട് വന്നോളും. അപ്പോൾ അതുപോലെ നമ്മൾ മൂടി വെച്ച് കൊടുക്കുകയും വേണം. ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ. അപ്പോൾ ഇതിപ്പോൾ സവാളയൊക്കെ വാടി വരുന്നുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മൂടിയിട്ട് ഇത് കുക്കാവുന്ന സമയം കൊണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കുക്കർ എടുത്ത് വെച്ച് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓൾ സ്പൈസസ് എല്ലാം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി കട്ട് ചെയ്തതും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ബ്രൗൺ കളർ ആകാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട, ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിവിടെ ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം നിങ്ങൾ 2 കപ്പ് എടുത്തു കഴിഞ്ഞാൽ 3 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പം ഞാനിപ്പോൾ കുറച്ച് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 1 കപ്പ് ഒഴിച്ചു കൊടുത്തു. ഇനി 1/2 കപ്പും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് ഇതിനി ഒന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. അതിന് മുന്നേ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു നാരങ്ങയുടെ പകുതി കട്ട് ചെയ്തിട്ട് കുരുവൊന്നും ഇല്ലാതെ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് ഈ സമയത്ത് കൊടുക്കണം. റൈസ് ഇട്ടതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കരുത്, കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കണം. മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വെള്ളം തിളച്ച് വരുമ്പോഴേക്കും
ചെറിയ ജീരകശാല റൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അരമണിക്കൂർ വരെ. ഇതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഇതുപോലെ വെള്ളമെല്ലാം വറ്റി റൈസിനൊപ്പം എത്തുന്ന സമയത്ത് ഇതൊന്ന് മൂടി വെച്ചിട്ട് 20 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ റൈസ് ഇനി അവിടെ ഇരുന്ന് കുക്കായിക്കോളും. ഇനി നമ്മുടെ ചിക്കൻ എന്തായെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതാ ചിക്കൻ ഇവിടെ കറക്റ്റ് കുക്കായി നല്ല ഒരു മസാലയോട് കൂടിയിട്ടൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ പ്രത്യേകിച്ച് ഇനി ഒന്നും ചേർക്കാനില്ല. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ഇട്ട് നമ്മുടെ മസാലയൊന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ ഇതുപോലെ റെഡിയായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ റൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടാൽ ഒട്ടും നമ്മൾ ഓയിലോ ചേർക്കാതെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് ആർക്കും തന്നെ മനസ്സിലാവത്തില്ല. ടേസ്റ്റും അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റൈസ് ഒരു സൈഡിൽ നിന്ന് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമുക്ക് റൈസ് മസാലയുടെ മേളിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒത്തിരി അങ്ങ് ഇളക്കണ്ട, നല്ല ചൂടായിട്ടിരിക്കുന്ന റൈസാണ്. അപ്പോൾ പെട്ടെന്ന് അതങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇതിൻ്റെ മേളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മുടെ ഈ റൈസ് ഈ മസാലയ്ക്ക് മേളിലൊന്ന് ഇട്ടതിന് ശേഷം ഇനി നിങ്ങളുടെ കയ്യിൽ പൈനാപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇഷ്ടമുള്ളവരൊക്കെ ചേർത്ത് കൊടുക്കുക ഈ സമയത്ത്. എന്നിട്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഒരു സൈഡിൽ നിന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയം കൊണ്ട് ഇത് മിക്സ് ചെയ്ത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നല്ല പ്രത്യേകിച്ച് നമ്മൾ കളറൊന്നും ചേർക്കാതെ തന്നെ നല്ല റൈസിനും ഒക്കെ ഒരു കളറായി നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ചേർക്കാത്ത കൊണ്ട് ടേസ്റ്റിന് കുറവൊന്നും വന്നിട്ടില്ല. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ട് തന്നെയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കിയിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടും ഇതുവരെ ബിരിയാണിയൊന്നും തയ്യാറാക്കാത്തവർക്ക് വരെ ഇത് തയ്യാറാക്കിയെടുക്കാം. വളരെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളതും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ചും ഇത് ഡയറ്റൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഓയിലൊന്നും ഇല്ലാതെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന സിമ്പിൾ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പപ്പടവും ഒരു സാലഡും കൂടെയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറാണ്. അച്ചാറുണ്ടെങ്കിൽ അതും കൂടെ കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഞെക്കി ഓൾ എന്ന ഓപ്ഷൻ കൂടെ കൊടുത്താലേ നമ്മൾ പുതിയതായിട്ട് വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ബിരിയാണിയുടെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ വീഡിയോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ കുറച്ച് തിരക്ക് കാരണം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം കേക്ക് കട്ടിങ്ങിൻ്റെയും അതുപോലെ കേക്ക് വാങ്ങിച്ചതിൻ്റെയൊക്കെ കുറച്ച് ഒരു ചെറിയൊരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ അതും കൂടെ എൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യുവാണ്. അപ്പം മോൻ്റെ ബർത്ത്ഡേക്കും നമ്മൾ ബിരിയാണിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ചെറിയ അരിയല്ല, വലിയ അരിയുടെ ബിരിയാണിയായിരുന്നു. ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണിയായിരുന്നു വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാനത് പ്രത്യേക ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ ഓഗസ്റ്റ് 9 മോൻ്റെ ബർത്ത്ഡേ. അന്ന് രാവിലെ തന്നെ നമ്മൾ കേക്ക് വാങ്ങിക്കാനായിട്ട് നമ്മുടെ വീടിനടുത്ത്, അതായത് ആലപ്പുഴയിൽ തന്നെയുള്ള ചോക്കോലാലയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി വെറൈറ്റി കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം നമ്മൾ മിക്ക ബർത്ത്ഡേക്കും നമ്മൾ നമ്മുടെ റിസോർട്ടിൽ നിന്നാണ് കേക്ക് വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഇത്തവണ നമ്മൾ ചോക്കോലാലയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ ഒത്തിരി വെറൈറ്റി കേക്കുകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളവിടെ ചെന്നിട്ട് ഏത് കേക്കാണ് വാങ്ങിച്ചതെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ നമ്മളത് പാക്ക് ചെയ്ത് റൈറ്റിംഗ് ഒക്കെ ചെയ്ത് ബലൂണും അവനൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് കരുതി കുറച്ച് ചോക്ലേറ്റും ബലൂണൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അതിനുശേഷം അപ്പം തന്നെ നമ്മളത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മുടെ ബർത്ത്ഡേ ദിവസം മോൻ്റെ ചിറ്റയും ചിറ്റനും മക്കളും എൻ്റെ അനിയന്മാരും അനിയത്തിമാരൊക്കെ അന്നത്തെ ദിവസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. മോന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എല്ലാവരുമൊക്കെ വരുന്നതും അവൻ്റെ ബർത്ത്ഡേക്ക് വരുന്നതും ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അവനെ അത്രയും സന്തോഷമാക്കി ആ ഒരു ദിവസം ആക്കി തീർക്കാനായിട്ട് നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേർന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഒരു കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതും ഈ വീഡിയോ ഒരുപാട്
ഒരുപാട് എടുക്കാനുള്ള അത്രേ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സമയക്കുറവ് കൊണ്ട് എനിക്കന്ന് അങ്ങനെ വലിയ രീതിയിലൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ ഒരു ചെറിയ വീഡിയോ ക്ലിപ്പും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ താങ്ക് യു.